മോഹൻ, ഗുഡ് ഈവനിംഗ്. സത്യൻ മൊകേരിക്ക് ഇത് എന്ത് പറ്റി? LDF-ന്റെ വോട്ടൊക്കെ എവിടേക്ക് പോയി? പോൾ ചെയ്യപ്പെടാതെ പോയത് തിരിച്ചറിയാൻ LDF ക്യാമ്പിന് കഴിഞ്ഞിരുന്നില്ലേ? സുജയ, LDF ക്യാമ്പിന് പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതാണ് ഇത്തവണത്തെ വിധി നിർണയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ, അതായത് ആനുരാജ മത്സരത്തിനായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തിയ സമയത്ത് ലഭിച്ച വോട്ട് 1283 പക്ഷേ ഇത്തവണ സത്യൻ മൊകേരി മത്സരിക്കാനായി എത്തിയ സമയത്ത് വലിയ തോതിൽ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. നേരത്തെ UDF ആയിരുന്നു ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നത്. UDF ക്യാമ്പുകളായിരുന്നു, UDF ക്യാമ്പിലുള്ള വോട്ടുകൾ ആണ് വോട്ട് ചെയ്യാതിരുന്നതെന്നൊരു സംശയം അത്തരത്തിലായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വിധിഫലം വരുന്ന സമയത്ത് നേരെ മറിയുകയായിരുന്നു. അതായത് LDF ക്യാമ്പിൽ ഇത്തവണ പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF-ന്റെ വോട്ടുകളാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം ആദ്യം തുടക്കം മുതൽ തന്നെ LDF ഒരു പ്രചരണം തന്ത്രമായി ഒരുക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള രീതിയിലായിരുന്നു. അതിന് സമാനമെന്ന രീതിയിൽ തന്നെയായിരുന്നു പോളിംഗും നടന്നത്. പക്ഷേ വിധി വന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് LDF പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിച്ചില്ല. മാത്രമല്ല, ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 70,000 വോട്ടിൻ്റെ കുറവുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് ഏതായാലും LDF-ന്റെ ക്യാമ്പിനെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് കാണുന്നത്. കാരണം CPM-നും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായാണ് സത്യൻ മൊകേരി എത്തിയത്. പക്ഷേ സത്യൻ മൊകേരി പ്രതീക്ഷിച്ചത്ര വോട്ട് സത്യൻ മൊകേരിക്ക് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ LDF ക്യാമ്പ്. മാത്രമല്ല, നേരത്തെ NDA സ്ഥാനാർത്ഥിയും പ്രതീക്ഷിച്ചത്ര വോട്ട് നേടിയിട്ടില്ല. അതിലും NDAയിലും വലിയൊരു ആശങ്കകളുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ വോട്ടുകളല്ല ചോർന്നത്, CPM-ന്, അതായത് LDF-ന്റെ മണ്ഡലത്തിലെ ഉറച്ച വോട്ടുകളിൽ പലതും ചോർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ LDF ക്യാമ്പ് ഇപ്പോൾ വിശ്വസിക്കുന്നത് നിലപാടിലുള്ളത്. സുജയ. ഓക്കെ, ദീപക് മോഹൻ.